ഹലോ ഗഡീസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇതെന്റെ കോളേജിന്റെ ഫ്രണ്ട് ഭാഗമാട്ടോ. അപ്പൊ എന്റെ ഫ്ലക്സ് കണ്ടിട്ട് വേണം എല്ലാവരും കോളേജിൽ കയറാൻ. അപ്പൊ ഇതാണ് എന്റെ കോളേജ്, ശ്രീനാരായണ കോളേജ് നാട്ടിക. ഈ വരുന്നത് സ്വയമേ ലോകസുന്ദരി ആൻഡ് ബുലോകരംഭ എന്ന് വിചാരിക്കുന്ന എന്റെ കൂട്ടുകാരി ആര്. ഈ സാരിയൊക്കെ എടുക്കുമ്പോഴേ സ്റ്റെപ്പ് കയറുമ്പോഴാട്ടോ പ്രശ്നം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മേലെ കാരണം ഒരു 3 സ്റ്റെപ്പ്. അങ്ങനെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം ആ പറച്ചില് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ്. പക്ഷെ ഞങ്ങൾ ഫുള്ള് മലയാളികളാണ്. അങ്ങനെ എന്റെ ക്ലാസ് മൊത്തം സുന്ദരിമണികളെ സുന്ദരന്മാരാണ് ഉണ്ടായിരുന്നത്. എന്റെ വീട് അടുത്തായ കാരണം അതുകൊണ്ട് ഞാനായിരുന്നു ഏറ്റവും ലേറ്റ് ആയിട്ട് എത്താറ്. ഇതെന്താ തുറക്കാത്ത? അപ്പൊ ഇതാണ് മറ്റേ റൂം, അലങ്കാര പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണ റൂം. അപ്പൊ അതിന്റെ ഉള്ളിൽ കേട്ടിട്ടില്ല പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി നിക്കണത്. അങ്ങനെ കാണാൻ പറ്റില്ല പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പോയിട്ടാണ്. പറഞ്ഞ പോലെ ഫെയർവെല്ലിന് ബിരിയാണി തന്നെയാട്ടാ. അപ്പൊ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോണത്. ഗായ്സ്, നിങ്ങൾക്ക് അറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളും സീനിയേഴ്സിന് ഇതേപോലെ ഫെയർവെല്ലൊക്കെ കൊടുത്തതാണ്. എന്ത് തേങ്ങയാന്നറിയില്ല കേട്ടാ. വേഗം സമയം പോയിക്കൊണ്ടിരിക്കട്ടാ. പിന്നെ ഈ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടാ. അടിപൊളി പറഞ്ഞ അടിപൊളി. ഫുഡ് കഴിക്കുമ്പോഴും എന്തായാലും ഞാൻ വെള്ളക്കോടി ഇരിക്കാറുള്ളൂ കേട്ടോ. കാരണം വെള്ളക്കോടി ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് എനിക്കറിയാം. ഇന്നിപ്പോ നമുക്ക് ചിക്കൻ കഷ്ണം കിട്ടി. ഇതാണ് കേട്ടോ നമ്മുടെ പിള്ളേര്. ഇതാണ് എന്റെ കൂടെ പഠിച്ചിരുന്ന പിള്ളേർ. അങ്ങനെ അവസാനം ആ ഒരു റൂം തുറന്നു മക്കളെ. അടിപൊളിയായിരുന്നു കേട്ടോ. അതിന്റെ ഉള്ളിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരെ എഫേർട്ട് എന്ന് പറയാലോ. അടിപൊളിയായിരുന്നു റൂം. പിന്നെ ഞാൻ നോക്കുമ്പോഴാട്ടെ അവളുടെ കൈ മൊത്തം ഈ ഫോട്ടോസ്, അവിടെ ഉണ്ടായിരുന്ന തൂക്കിട്ട ഫോട്ടോസ് മൊത്തം അവൾ എടുത്ത്. ഏതാ മനസുഖം. പിന്നെ ഓരോ കുട്ടികളുടെയും ബാക്ക് ബോൺ എന്ന് പറയുന്ന മിസ്സുമാരാട്ടാ ഇതൊക്കെ. ഇവരെല്ലാരും എന്റെ പ്രിയപ്പെട്ട മിസ്സുമാരും മാഷുമാരും ആട്ടാ. പിന്നെ കുറച്ചുപേര് വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ പരിപാടിയായിട്ടുള്ള ഫെയർവെൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ ഡെക്കോർഡ് ചെയ്തിട്ട് ഈ പൊട്ടിച്ച സാധനങ്ങളൊക്കെ എണ്ണി നോക്കാട്ടെ എത്ര ഉണ്ടെന്ന്. എന്തിനാണാവോ, അതെന്തെങ്കിലും ആവട്ടെ, മൈൻഡ് ചെയ്യാണ്ടിരിക്കും. അങ്ങനെ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ട് ആദ്യം ഓരോ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മിസ്സുമാരെയും മാഷുമാരെയൊക്കെ. സത്യം പറഞ്ഞാൽ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാനും തോന്നിയില്ല, എന്നാലോ പോയേ പറ്റൂ. അങ്ങനെ മിസ്സുമാരുടെ എക്സ്പീരിയൻസ് പറയുന്ന കൂട്ടത്തില് ഞാനും എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. സത്യം പറഞ്ഞിട്ടില്ല, വേഗാട്ടോ ഓരോ ദിവസങ്ങൾ കടന്നു പോണേ. ഈ 3 വർഷം കടന്നു പോയത് ഞങ്ങൾ വിചാരിച്ചിട്ടും കൂടിയില്ല. ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ ഫെയർവെൽ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ 2 ഫ്രെയിം മിസ്സുമാർക്ക് കൊടുത്തു. അപ്പൊ അത് പൊട്ടിച്ചിട്ടുള്ള അവരുടെ ഹാപ്പിനെസ് ആൻഡ് സന്തോഷമാണ് ഈ കാണുന്നത്. പിന്നെ ഓരോ മിസ്സുമാരായാലും മാഷുമാരായാലും എന്റെ ഓരോ വളർച്ചയിലും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തപ്പോൾ എന്നെ കുറെ പ്രോത്സാഹിപ്പിച്ചു എന്റെ കൂടെ എന്നതൊക്കെ ഇവരാട്ടോ. അപ്പൊ ഞാൻ ഇവരെ ഒന്നും ഒരിക്കലും മറക്കില്ല എന്റെ ലൈഫിൽ. പിന്നെ പറയണ്ടാലോ, ഓരോരുത്തർക്കും അവരവരെ വലിയ മെമ്മറീസ് ഒക്കെ തന്ന സ്ഥലത്ത് നിന്ന് പോകുമ്പോ എന്തായാലും വിഷമം ഉണ്ടാവും. ഇവിടെ കുറച്ച് പേര് കരയുമ്പോ അവിടെ കുറച്ച് പേര് ചിരിക്കാട്ടോ. എന്ത് മനുഷ്യന്മാരല്ലേ. അപ്പൊ ഇത്രയുള്ളോട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണണം. എന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാണാവുന്നതാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇതെന്റെ പ്രിൻസിപ്പളാണ് അനിത. ആനന്ദിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആനന്ദ് മോനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ.